ഒരു പേപ്പർ ഇരിക്കുമ്പോൾ അതിൻ്റെ മീതെ ഒരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അടിയിരിക്കുന്ന പേപ്പർ അവിടെ ഇരിക്കും. അതേപോലെയാണ് ഈ ഓരോരോ സ്വർണ്ണക്കള്ളക്കടത്തോലും ഞറ്റം വരെയുള്ള ഓരോ വിഭാഗങ്ങൾ ഉണ്ടാക്കി ഇത് ഒന്ന് മറയ്ക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു വെപ്രാളപ്പെട്ട് കൊടുത്തു തീർന്നതേ. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ പറയണത് തന്നെ അടുത്ത ഇലക്ഷൻ്റെ ഇത്തിരി കാലം മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ് ക്ഷേമ പെൻഷൻ കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞത് നടന്നില്ല. വാഗ്ദാനം നൽകിയിട്ട് പോയിട്ട് വരാമില്ല. അത് ജനങ്ങൾ എത്തണമെങ്കിൽ കാലതാമസം എടുക്കും. ഇന്ന് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുമോ? എൻ്റെ മോൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോനെ അന്വേഷിച്ച് ഞാൻ ഇതിലാക്കുമോ, ജയിലിലാക്കുമോ? ഇല്ലല്ല. അപ്പോൾ എൻ്റെ മോനെ രക്ഷിക്കാനല്ലേ ഞാൻ നോക്കുള്ളൂ. അതേപോലെ തന്നെ പതിവ് പോലെ അടുത്തൊരു ഇലക്ഷൻ വരുന്നതിനു മുൻപായി വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുകയാണ് ജനങ്ങൾക്ക് നമ്മുടെ കേരള സർക്കാർ. ക്ഷേമ പെൻഷൻ 1600 നിന്ന് 2000 ഉയർത്തുകയും അതുപോലെ തന്നെ പ്രതിമാസം വനിതകൾക്ക് 1000 രൂപയൊക്കെ നൽകുമെന്നാണ് സർക്കാർ തങ്ങളുടെ വാഗ്ദാന പട്ടികയിൽ പറയുന്നത്. ഇതെല്ലാം ഇപ്പോൾ ഉയർന്നു വരുന്ന ശബരിമല വിവാദവും അതുപോലെ PM ശ്രീ വിവാദവും മറച്ചു പിടിക്കാനുള്ള ശ്രമമായിരിക്കുമോ സർക്കാർ ഇതിലൂടെ നടത്തുന്നത്? അതോ വരുന്ന ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന നീക്കമാണോ ഇത്? ജനങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ വാക്കുകളിലൂടെ തന്നെ ഒന്ന് കേട്ടു നോക്കാം. ഇതൊക്കെ നടക്കുന്ന കേസൊന്നുമല്ല. ഒരു ഇവിടെ 1600 രൂപ പെൻഷൻ ഉള്ളവർക്ക് 1300 ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പേര് പിന്നെ ഇവിടെ അപേക്ഷ എഴുതാൻ വന്നിട്ടുണ്ട്. അതായത് 1200 1300ഒക്കെയാണ് കിട്ടണതെന്ന് ഒരു വർഷം കൊണ്ട്. പിന്നെ ഇപ്പോൾ ഈ 2000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വല്ല നടക്കണ കേസ് തന്നെ. ഇത് 2000 രൂപ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് എത്ര കോടി രൂപ ഇത് വരുന്നു. ഒരു പക്ഷേ ഇവരൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ തന്നെ 1600 വെച്ചെന്നുള്ളത് എത്രയോ വർഷം കഴിഞ്ഞൊക്കെയാണ് കൊടുത്തത്. അപ്പോൾ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വെപ്രാളപ്പെട്ട് കൊടുത്തു തീർന്നതേ. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ പറയണത് തന്നെ അടുത്ത ഇലക്ഷൻ്റെ. കഴിഞ്ഞ വർഷം നമുക്ക് കിറ്റ് തന്നതുപോലെ ഇതൊക്കെ ആഹാരം കഴിയുന്ന എല്ലാവർക്കും അറിഞ്ഞൂട്ടി. ഇതൊക്കെ ഇന്നതുപോലെയാണ്. ഞാൻ ഇതുവരെ ഇല്ലാത്തൊരു പ്രഖ്യാപനം 2 മാസത്തിനകത്ത് ഇലക്ഷൻ വരുമ്പോൾ ഇതൊക്കെ പ്രഖ്യാപനം ഇത് തന്നെയാണ്. ഇലക്ഷൻ മുന്നിട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ എന്തിന് മൂന്നാമത്തെ ജനങ്ങൾ ഇടത് സർക്കാരിന് ഒരു അവസരം നൽകുമോ? മൂന്നാമത് എങ്കിൽ കേരളത്തിലെ ആശാരി ചാവും. അത് മൂന്നാമത് വന്നു കഴിഞ്ഞാലേ ജനങ്ങളെല്ലാം ചാവാൻ സാധ്യതയുണ്ട്. പട്ടിണി കിടന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഇവർ പ്രഖ്യാപിച്ചെങ്കിൽ ഇത് വല്ല നടക്കുന്ന കേസാണ്. പ്രഖ്യാപിച്ചെങ്കിലും ഈ 2000 എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല കൊടുക്കുമെന്ന്. ഇപ്പോഴേ കുടിശ്ശികയായിട്ട് കോടികളുടെ, അതായത് ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത ഗവൺമെൻറ് വരുന്ന അവർക്ക് കടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വേലകളാണ് ഇതൊക്കെ. ആഹാരം കഴിക്കുന്ന നെല്ലരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഇന്നതുപോലെയാണെന്നുള്ളത്. ഏത് സർക്കാരായിരുന്നാലും അതിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ചെയ്യുന്നത് നല്ല സഹായങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത് രണ്ട് സർക്കാരായാലും കേന്ദ്ര സർക്കാരിലും കേരള സർക്കാരും, പ്രത്യേകിച്ച് കേരള സർക്കാർ. ഒരു പേപ്പർ ഇരിക്കുമ്പോൾ അതിൻ്റെ മീതെ ഒരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അടിയിരിക്കുന്ന പേപ്പർ അവിടെ ഇരിക്കും. അതേപോലെയാണ് ഈ ഓരോരോ സ്വർണ്ണക്കള്ളക്കടത്തോലും ഞറ്റം വരെയുള്ള ഓരോ വിഭാഗങ്ങൾ ഉണ്ടാക്കി ഇത് ഒന്ന് മറയ്ക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു. പിന്നെ അതായിപ്പോൾ ഇനിയിപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പറഞ്ഞു, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ അതനുസരിച്ച് ഓരോ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പാക്കിട്ട് ഇവർ ഈ പറഞ്ഞല്ല 18-ലെ മറ്റേ ഓഗി സുനാമി ഇതൊക്കെ വന്നല്ല, പാവപ്പെട്ട കടപ്പുറത്തുകാരൊന്ന് വള്ളമൊക്കെ കൊണ്ടിട്ട് അവർക്ക് 3000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കൊടുത്തിട്ടുണ്ട്. രേഖാമൂലം അവർ കൊടുത്തായിട്ട് തെളിയിക്കിട്ട് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഇവർ പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ഹോസ്പിറ്റലാണ് കേരളം ആരോഗ്യവകുപ്പ്. നമ്മുടെ മന്ത്രിമാരും മക്കളെല്ലാം കൂടെ വിദേശത്ത് പോവല്ലേ? അപ്പോൾ ഞങ്ങൾ പാവപ്പെട്ടവരുടെ വോട്ട് മേടിച്ച് ജയിക്കുന്നവർ ഞങ്ങളുടെ വീട്ടിൽ ആ വോട്ടിന് വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ വരും. എന്നിട്ട് പിന്നെ വരുമ്പോൾ നമ്മൾ ആട്ടി പാക്കിയാണ് ചെയ്യണത്. ഇല്ലെന്ന് ആരെങ്കിലും പറയട്ടെ. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്തെങ്കിലും ഇവർ കൊടുത്തതായിട്ട് രേഖാമൂലം പറയട്ടെ. പിന്നെ വാർത്താ ചാനലിൽ വന്നിരുന്നിട്ട് പറയും ഞാൻ അങ്ങനെ ചെയ്തു, ഞങ്ങളുടെ പാർട്ടിക്കാർ ചെയ്തു. പാർട്ടി എന്ന് പറയുന്നത് ആരാണ്? പാർട്ടി എന്ന് പറയുന്നത് ആരാണ്? ഞങ്ങളെപ്പോലുള്ള ജനങ്ങളാണ് പാർട്ടി. ഞങ്ങളെപ്പോലുള്ളവരാണ് ഇവരവിടെ തലപ്പത്തിരുത്തി ഒരു MP ആയാലും ഒരു MLA ആയാലും മന്ത്രി ആയാലും ആരായാലും ആ സ്ഥാനത്ത് ഇരുത്തുന്നത് ഞങ്ങൾ ജനങ്ങളാണ്. അപ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഇവർ രേഖാമൂലം വരട്ട്. ഇവർ ഒരു സാധനം മോട്ടിച്ചെന്ന് പറയുമ്പോൾ പിന്നെ അതിന് തെളിവില്ല. എൻ്റെ മോൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോനെ അന്വേഷിച്ച് ഞാൻ ഇതിലാക്കുമോ, ജയിലിലാക്കുമോ? ഇല്ലല്ല. അപ്പോൾ എൻ്റെ മോനെ രക്ഷിക്കാനല്ലേ ഞാൻ നോക്കുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് പെൻഷൻ കിട്ടി. ഇപ്പോഴേ പെൻഷൻ കിട്ടിയത് 1300, പിന്നെ പ്രധാനമന്ത്രി 600 രൂപയല്ലേ? അത് തന്നെ 300 രൂപ പിന്നെ വരുവുള്ളൂ. പിന്നീട് പ്രധാനമന്ത്രിയുടെ 300 രൂപ പിന്നീടാണ് വരണത്.
അവര് കുറെ കാലം കൊണ്ട് പറയണേ ഇങ്ങനെ കൂട്ടുമെന്ന് ഇതുവരെയും കൂട്ടിയില്ല. ഇപ്പം ഈ 300 രൂപ വരെ നമുക്ക് കുടിശ്ശികയായിട്ട് പോകുന്ന സർക്കാരിന് 2000 രൂപ ഒരുമിച്ച് നൽകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അതറിഞ്ഞൂടാ, എല്ലാം ദൈവത്തിന്റെ കയ്യിലിരിക്കണേ. ഇപ്പൊ നമുക്കറിയാലോ അമ്മ, അടുത്തൊരു ഇലക്ഷൻ അടുത്ത വർഷം ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ തവണ അവരൊരു കിറ്റ് നൽകിയായിരുന്നു ജനങ്ങളുടെ വോട്ട് നേടിയത്. അപ്പൊ വീണ്ടും ജനങ്ങളുടെ വോട്ട് നേടാനുള്ള ഒരു ശ്രമമായിരിക്കും ഈ പെൻഷൻ കൊടുക്കുന്നതിലൂടെയൊക്കെ അവർ ചെയ്യുന്നത്? ഇതൊന്നും പറയാൻ എനിക്കറിയത്തില്ല. എല്ലാം കൂട്ടി തന്നാ വലിയ ഉപകാരം, തന്നില്ലെങ്കിൽ നമുക്ക് അത് ഉള്ളതിനെ കൊണ്ട് കഴിയാന്നേ ഉള്ളൂ. പിന്നെ പെൻഷൻ പൈസ കിട്ടിയാതെ ഇരുന്നാലും വല്ല മാറ്റി തിന്നണത് നമ്മൾ അതുകൊണ്ടാണ്. ഇനി കൂട്ടി തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഇനിയിപ്പോൾ എന്താ തന്നാൽ വാങ്ങിക്കാം എന്നേ പറയുള്ളൂ. തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ തന്ത്രമാണല്ലോ. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് അത് അവർക്ക് മുന്നേറാനും പിന്നെ ആ ഇടയിൽ ഒരു മറയിടാനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. പിന്നെ അടുത്ത ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇലക്ഷന് അവർക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് അതെല്ലാം മാറി നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെ നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് പൊതുവായിട്ട് നല്ലൊരു സംവിധാനം ഉണ്ടാകുമ്പോഴേക്കും അവരും തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് വേണ്ടി പറയും. ശ്രമമാണ്. ഇപ്പം ജനങ്ങൾ പറയുന്നുണ്ട് 1600 രൂപയാണ് പെൻഷൻ, അതിൽ 1300 കിട്ടുന്നത്. അപ്പൊ ആ സർക്കാരിന് 2000 രൂപ ആദ്യം 1300 വന്നിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് അങ്ങനെ ഒരുമിച്ച് നൽകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ട്, ബട്ട് സ്റ്റില് കൊടുക്കാനായിട്ട് സാധ്യത ഉണ്ട്. കാരണം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വലിയ പ്രശ്നമാണ്. കാരണം ഇത്തിരി കാലം മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ് ക്ഷേമ പെൻഷൻ കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞത്, അത് നടന്നില്ല. അപ്പോൾ ഇപ്പോഴും കിട്ടുമ്പോഴേക്കും തീർച്ചയായിട്ടും രോഗികളായ വാർദ്ധക്യം വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വലിയൊരു ആനുകൂല്യമായിട്ട് കാണും, അതൊരു ബെനിഫിറ്റായിട്ട് കാണും, ബെനിഫിഷ്യറിയാണ്. അതിലൂടെ അവർക്ക് വോട്ട് കിട്ടുമെന്നുള്ളൊരു ആണ്. കാരണം 2000 കൊണ്ട് ഒന്നും തികയത്തില്ലല്ലോ. കാരണം ഏജഡ് ആകുമ്പോഴാണല്ലോ അവർക്ക് കൂടുതൽ പൈസ ആവശ്യമുള്ളത്. അപ്പോൾ അവർക്ക് മരുന്നിൻ്റെ കാര്യങ്ങൾ വിലകളെല്ലാം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവരുടെ മെഡിസിനും അവരുടെ ഫുഡിനും ഇത് ഏറെ കാരണവശാലും അത് തികയത്തില്ല. പക്ഷേ പിന്നെ 1600 2000 ആക്കുമ്പോഴേക്കും അവർക്കൊരു നല്ലൊരു ബെനിഫിറ്റാണെന്ന് തോന്നുന്നു. ആ ഒരു വിവാദങ്ങളെല്ലാം മറക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കോ? ഇല്ല, അതുകൊണ്ടൊന്നും അല്ലാതെ തന്നെ നേരത്തെ പ്രഖ്യാപിച്ച് തന്നെ ഇത് ഇങ്ങനെ കൊടുക്കുമെന്നുള്ളത്. നേരത്തെ വന്നിട്ടുള്ള കാര്യം തന്നെ ഇത് കൊടുക്കുമെന്നുള്ളത്. ഇപ്പൊ ചേട്ടാ 1600 രൂപയാണ് ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കുന്നത്. 2000 കൊടുക്കുന്നു. അതുപോലും കുടിശ്ശികയായിട്ട് കൊണ്ടുപോകുന്ന സർക്കാരിന് 2000 രൂപ കൃത്യമായിട്ട് നൽകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അത് പെൻഡിങ് ഇട്ടേ കൊടുക്കും. പെൻഡിങ് ഇട്ട് ഒരു 6 മാസം 3 മാസമൊക്കെ പെൻഡിങ് ഇട്ടേ കൊടുക്കുള്ളൂ. എന്നാലും പ്രഖ്യാപിച്ചത് തന്നെ എന്തായാലും കൊടുത്തിരിക്കും. കൃത്യമായിട്ട് പെൻഡിങ് ആയാലും പിന്നെ നൽകുമെന്ന് തോന്നുന്നുണ്ട്. ചേട്ടാ ഇപ്പൊ ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നുണ്ട്, നമുക്ക് മുന്നത്തെ തവണ കിറ്റ് നൽകിയിട്ടാണ് സർക്കാർ വോട്ട് നേടിയതെങ്കിൽ അടുത്ത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനെ മുന്നിട്ട് കൊണ്ടായിരിക്കും ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നതെന്ന്. ചേട്ടന് അതേ ഒരു അഭിപ്രായം ഉണ്ടോ? ഇല്ല, അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം ഇല്ല. മൂന്നാമതും ഇടത് സർക്കാർ തന്നെ വരുന്നതിനോട് ഉറപ്പായിട്ടും അവര് തന്നെയായിരിക്കും. ഇപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ പ്രാവശ്യം വരെ ഒരു പ്രാവശ്യം കോൺഗ്രസ്, ഒരു പ്രാവശ്യം ഇടതുപക്ഷം, അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ജനങ്ങൾ ഒരിക്കൽ ഇപ്പം ഇടതുപക്ഷത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വലതുപക്ഷത്തിന് കൊടുക്കുന്നു. ആ ഒരൊറ്റ വ്യക്തിത്വത്തിൻ്റെ പേരിലാണ് കൊടുത്തത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ കിറ്റ് വിതരണം ഇതെല്ലാം കൂടെ ചെയ്തു വന്നപ്പോൾ കുറേ അമ്മമാർ കാരണം വെച്ചാൽ നിവൃത്തിയില്ല എന്ന് പറയുന്നത്, നല്ല പട്ടിണിയൊന്നും ഇല്ലാത്ത കേരളം വന്നപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അതിൻ്റെ ഇത് നന്ദി അവർ കാണിച്ചു, അത്രേ ഉള്ളൂ. ഇനി ജനത്തിന് അബദ്ധം പറ്റുമെന്നുള്ളവരെ അറിയില്ല. കാരണം എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഇത്രയും 3-4 ലക്ഷം കോടി രൂപയുടെ കടം കിടക്കണം. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഇടതുപക്ഷം വന്ന് അവർ അതിൻ്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ കോൺഗ്രസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജില്ല ഒന്നിനും ഓരോ മുഖ്യമന്ത്രി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീരും. നമുക്കിവിടെ അത് തന്നെ അത്രയും അവർ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനകത്ത് ഒരു മുഖ്യമന്ത്രിയെ വരുള്ളൂ എന്നുള്ള നമ്മുടെ ജനാധിപത്യ നേതാക്കൾ മനസ്സിലാക്കണം. അതല്ല, കോൺഗ്രസിന് ഓരോ ജില്ലയിലും ഓരോ മുഖ്യമന്ത്രി കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരുവിധം രക്ഷപ്പെടും. ബിജെപിക്ക് എന്തെങ്കിലും ചാൻസ് കാണുന്നുണ്ടോ ചേട്ടാ? വർഗീയതയാണോ രാഷ്ട്രീയമാണോ എന്താണെന്ന് അറിയാക്കില്ല. അവരെന്താ തന്നെ കൂടുതൽ കിടന്നാടിയല്ലേ ഇത് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ. ഇന്ന് ലക്ഷം എന്ന് പറയണം കേൾക്കാനില്ല, ഇന്ന് കോടിയാണ്, 1,00,000 കോടി നിസ്സാരമാണ്. പക്ഷെ അതിൻ്റെ എത്ര ഇതുണ്ടെന്നുള്ള കാര്യം നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ 10,000 കോടി അല്ലെങ്കിൽ 900 കോടി 1000 കോടി എന്ന് പറയുന്നത് ഈ 1,00,000 രൂപ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്? ഇല്ല, ഒരു 8-10 വർഷം കൊണ്ട് 1,00,000 രൂപ എന്ന് പറയുന്നത് കേൾക്കാനില്ല. ഇപ്പം 10,000 കോടി എന്നുള്ള കോടി നിസ്സാരമാണ്. ഇത് ആര് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നതാണ്.
ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് നമ്മാട്ടി വെട്ടുന്നവർ മുതൽ ടാക്സി ഓടിക്കുന്നതെല്ലാം ആരാലും ശരി അവർ നിന്ന് കഷ്ടപ്പെട്ട് അവരെ നിന്നുള്ള പൈസ എടുത്താണ് ഇവർ ഈ എടുത്താണ് ഇത് ചിലവാക്കുന്നത്. ഇവർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരുടെ ഭാര്യയും മക്കളും കൊച്ചുമക്കളും ഒരു പിടി ആഹാരം വാരി ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ആലോചിക്കണം ഇത് ആരുടെ കാശാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കണം. അതാണ് മനസ്സിലാക്കാനുള്ളത്. എനിക്ക് അതാണ് പറയാനുള്ളത്. കാരണം വെച്ചാൽ നിങ്ങളുടെ ഭാര്യയും മക്കളും എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇത് ആര് ഉണ്ടാക്കിയ കാശാണ്, ആരുടെ കാശാണ് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് ചിന്തിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അത്രയ്ക്ക് നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ഹോസ്പിറ്റൽ മോശമാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജൊക്കെ അങ്ങ് മാറ്റിയിട്ട് വല്ല പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി താമസിക്കാൻ കൊടുക്കണം. ഏറ്റവും വലിയ ഹോസ്പിറ്റലൊക്കെ എന്നല്ലേ പറയണത് അല്ലേ? നമ്മുടെ ഇവിടുത്തെ ഉള്ളവർ പോകുന്നതെല്ലാം വിദേശത്തല്ലേ? അവർക്കൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റൽ അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇവർ അങ്ങ് പോകുന്നത്? അപ്പോൾ ഈ കടയിലുള്ള ഫുഡ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ ഇത് കഴിക്കാനുള്ള കാര്യമില്ലല്ലോ. പിന്നെ തീർച്ചയായിട്ടും തന്നെ. കാരണം വെച്ചാൽ അവർ മാതൃക കാണിക്കാൻ ഒക്കില്ല. കാരണം ഇപ്പം പറയുന്ന വാഗ്ദാനങ്ങൾ എന്തെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടോ അത് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതിന് കഴിച്ചിട്ട് ഇതൊരു 2-3 ഈ ആശാ വർക്കർമാരുടെ അതാ ഇപ്പം ഏകദേശം 1 വർഷം വരെ ആവുന്നുണ്ട്. ഇത്രയും വർഷമായിട്ട് ഇവർക്ക് ഒരു 1000 രൂപ കൂട്ടി കൊടുക്കാൻ പറ്റിയില്ലേ? ഇപ്പൊ എങ്ങനെയാണ് 1000 രൂപ ഇപ്പം കൂട്ടി കൊടുക്കാൻ പറ്റിയത്? പെൻഷൻ ആ കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ 18 മാസം എന്തോ 18 മാസം എന്തോ തൊഴിലാളിയുടെ പെൻഷൻ കിടക്കണം. ഇതൊക്കെ ആരുടെ? ഞങ്ങൾ അങ്ങോട്ട് പൈസ അടച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തരുന്നത്. അല്ലാതെ ആരുടെയും ഈ പറയുന്ന ഈ നേതാക്കന്മാരുടെ ആരുടെയും വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരാറില്ല. ഞങ്ങൾ കഷ്ടപ്പെടുന്നു, ഞങ്ങൾ കൊടുക്കുന്നു, ഞങ്ങൾക്ക് തരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെന്താ പറയുക? പിന്നെ ഇതിനെ ഇനിയെങ്കിലും നന്നായി പോണവർ പോട്ട്. ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് തന്നെ വിധിയാണ്. കാരണം ഇനി ഞങ്ങളുടെ പോലുള്ള ജനങ്ങളെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിലായിപ്പോയി നമ്മുടെ കേരളം എന്നല്ല മൊത്തത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി നമ്മളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ജീവിച്ച് ഇങ്ങനെ പോയാൽ പോയി, മരിച്ചാൽ മരിച്ചു, അത്ര തന്നെ. കാരണം എന്തോ എപ്പോഴും എങ്ങനെയും സംഭവിക്കും, ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും. അതാണ് ഈ നമ്മുടെ ഈ ലോകത്തിലുള്ള നടക്കുന്നത്, ഈ കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വർദ്ധിപ്പിച്ചതിൽ സന്തോഷമുണ്ട്. ചേട്ടാ 1600 രൂപ പെൻഷൻ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഒരുപാട് കുടിശ്ശികയായിട്ടാണ് സർക്കാർ കൊടുത്തിരുന്നത്. ആ സർക്കാരിന് ഈ 2000 രൂപ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ സർക്കാരിന് കൊടുക്കാൻ പറ്റില്ല, അടുത്ത വരുന്ന സർക്കാരിന്റെ തലയ്ക്ക് വെച്ച് കൊടുത്തതാണത്. അതിനുള്ളതായിരിക്കും. ചേട്ടാ ചിലർ പറയുന്നുണ്ട്, നമുക്കറിയാം കഴിഞ്ഞ തവണ ഇലക്ഷൻ വന്നതിന് മുന്നായിരുന്നു കിറ്റൊക്കെ നൽകിയിട്ട് ഒരു സോപ്പിടലുണ്ടായിരുന്നു സർക്കാരിന്. അതുപോലെ ആയിരിക്കും ഈ വാഗ്ദാനങ്ങൾ നൽകുന്നത്? സെയിം തന്നെയാണ്. ചേട്ടാ 3ാം ഒരു തവണ ഇടത് സർക്കാർ നമുക്ക് പ്രതീക്ഷിക്കാവോ? എന്റെ അഭിപ്രായത്തിൽ പ്രതീക്ഷിക്കണ്ട. എന്താ ചേട്ടാ? ജനങ്ങൾക്ക് അറിയാം ഇത് വോട്ടിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അത് കാലാകാലങ്ങളിൽ വർദ്ധിക്കേണ്ട സാധനങ്ങൾ വർദ്ധിച്ച് ജനങ്ങൾക്ക് എത്തും. പക്ഷേ അത് കാലതാമസം എടുക്കും ജനങ്ങളിൽ എത്തണമെങ്കിൽ. ഇന്ന് കൂട്ടിയാന്ന് വെച്ചാൽ ഇന്ന് അങ്ങ് എത്തൂല. അത് നിയമപരമായ അതിൻ്റെ വശങ്ങളെ കുറിച്ച് ആ ഫയലുകൾ എഴുതി രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച് അന്ന് എത്തൂല. കാലതാമസം എടുത്ത് ജനങ്ങളിൽ എത്തും എന്നുള്ള ഉറപ്പാണ്. അതിനൊരു മാറ്റമില്ല. ചേട്ടാ 1600 രൂപ പെൻഷൻ ഉണ്ടായിരുന്ന സമയത്ത് പോലും കുടിശ്ശികയിട്ടാണ് സർക്കാരിന് കൊടുക്കാൻ പറ്റിയത്. ആ സർക്കാരിന് 2000 രൂപ പ്രതിമാസം നൽകാനായിട്ട് സാധിക്കുന്നിട്ട് അതിനുവേണ്ടി വേറെ എന്തെങ്കിലും കണ്ടെത്തിയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. വേറൊരു പദ്ധതി കണ്ടെത്തി ജനങ്ങളെ എത്തിക്കും. കാരണം ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തല്ലേ പറ്റുള്ളൂ. വാഗ്ദാനം നൽകിയിട്ട് പോയിട്ട് വരവില്ല. അത് ജനങ്ങൾ എത്തണമെങ്കിൽ കാലതാമസം എടുക്കും. ഇപ്പം ഇന്ന് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പം നമ്മളായാലും ഒരു ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും ആ വശങ്ങൾ നോക്കി പറഞ്ഞ് ജനങ്ങളിൽ എത്തിക്കും. എന്തായാലും അത് അതിനൊരു മാറ്റമില്ല. ഇതുപോലെ ഗവൺമെന്റ് വീണ്ടും വരേണ്ട സാഹചര്യം ഉണ്ടാവുമെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ചേട്ടാ ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ കിറ്റ് നൽകിയത് പോലെ ആയിരിക്കോ ഇപ്പോൾ നൽകുന്ന ഈ വാഗ്ദാനങ്ങൾ? അങ്ങനെ ആയിരിക്കില്ല. എന്തായാലും ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള അല്ല. കാരണം സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയില്ല. വോട്ട് നേടാൻ വേണ്ടിയിട്ടല്ല. ഇത് സാധാരണ ജനങ്ങൾക്ക് എത്തിയാൽ പറ്റതേ ഉള്ളൂ. വോട്ടിന് വേണ്ടിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം.